നമ്മുടെ ജയറാം മേട്ടൻ തമിഴേട്ടൻ പുള്ളി തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തെലങ്കാനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും പോകുന്നുണ്ട് പുള്ളി. സിദ്ധനാ, മഹാസിദ്ധൻ. ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിയുന്ന അവിടുത്തെ കളറാണ് പുള്ളി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇൻ ദ സെൻസ് അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നിൽക്കണ വളരെ ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ വളരെ മെറ്റിക്കുലസ്ലി സംസാരിക്കുന്ന, എല്ലാവരെയും സൂക്ഷിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഒരാള് ജയറാം മേട്ടൻ. ഞാനൊരു ഉലകം ചുറ്റും വാലിബൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA-ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. ഇപ്പൊ തമിഴേട്ട പണ്ട് പറഞ്ഞത് 2020 ക്ലൈമാക്സ് എടുക്കണ അന്ന്, ജോഷി സാർ എടുക്കണ അന്ന് തമിഴേട്ടന് ശബരിമലയ്ക്ക് പോകണ്ടായിരുന്നു. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സ് വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ? സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ശബരിമലയ്ക്ക് പോകാന്നുള്ളായിരുന്നു. അതുകൊണ്ട് പുള്ളി അന്ന് ഷൂട്ടിന് പങ്കെടുക്കാതെ അങ്ങ് പോയി. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പൊ തമിഴ്നാട് ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തപ്പോ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് പുള്ളി മറ്റേ എന്താ ദീപാവലി ആഘോഷിക്കാൻ പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. படத்தோட கடைசி ஷாட்ல இப்படி இருக்கணும். ஓகே, இதுல வந்து ஒரு படம் என்ன ஒரு வாட்டி கூட பாருங்க. கடைசியில வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். அது ஃபேக். ஏன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். ஓ, என்ன சம்பவம் பர கேக்கட்டே. தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 പേര് നടന്നു വരുന്നത് പെരുസാ. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളാണ്, എന്റെ പൂജയെല്ലാം തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അവിടുത്തെ ഇന്റർവ്യൂല് പുള്ളി ഇനി വല്ല മിഡിൽ ഈസ്റ്റ് കണ്ടിലാണെങ്കിൽ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞു കളയും. അവൻ ഡെഡിക്കേറ്റഡ് ആണ്, അവൻ 100% ഡെഡിക്കേറ്റഡ് ആണ്. ജയറാമേട്ടന്റെ ഒരു കഴിവാണത്, സംസാരിക്കാൻ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി, ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.